കേരളത്തിലെ ഏതെങ്കിലും ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വളരെ സിമ്പിളായ, മിക്കവാറും അല്പം നിറം മങ്ങിയ ഒരു അറിയിപ്പ് ബസ്സിൻ്റെ ചുവരിൽ എഴുതിയിരിക്കുന്നത് കണ്ടിരിക്കും. പുകവലി പാടില്ല, നോ സ്മോക്കിംഗ്. നമുക്ക് അതൊരു സാധാരണ കാഴ്ചയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ആ മുന്നറിയിപ്പ് ബോർഡ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പൊതുവായ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല അത്. ആ സർവ്വസാധാരണമായ മുന്നറിയിപ്പിന് പിന്നിൽ വളരെ നാടകീയമായ, ഒരുപക്ഷെ ഏതാണ്ട് എല്ലാവരും മറന്നുപോയ ഒരു കഥയുണ്ട്. കേരളത്തിൻ്റെ പൊതുഗതാഗത സുരക്ഷയെ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു ദുരന്തത്തിൻ്റെ കഥ. ആ കഥയാണ് ഇന്നത്തെ നമ്മുടെ കേട്ടറിവ്. ഈ കഥ നടക്കുന്നത് ഏതാണ്ട് 70 വർഷങ്ങൾക്ക് മുൻപാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിൽ. വർഷം 1948 മെയ് മാസം 10-ാം തീയതി. അന്നത്തെ കേരളത്തിലെ തിരക്കേറിയ ഒരു പട്ടണമായിരുന്നു പൊൻകുന്നം. അവിടെ ഇന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടുത്തുള്ള അന്നത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപമായിരുന്നു AMS ബസ് കമ്പനിയുടെ ബുക്കിംഗ് ഓഫീസ്. ഇതായിരുന്നു അന്നത്തെ പൊൻകുന്നത്തെ പ്രധാന ബസ് സ്റ്റാൻഡ്. അന്ന് അവിടെയായിരുന്നു ബസ്സുകൾ പാർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്നായിരുന്നു ബസ് സർവീസ് തുടങ്ങിയിരുന്നത്. ശരിക്കും തിരക്കുള്ള ഒരു കേന്ദ്രം. അന്നേ ദിവസം പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റൂട്ടിൽ പതിവ് പോലെ യാത്രക്കാരുടെ നല്ല തിരക്കായിരുന്നു. ഒരു ചെറിയ ബസ് നിറഞ്ഞു കവിഞ്ഞതുകൊണ്ട് ബസ് ജീവനക്കാർ യാത്രക്കാരെ അടുത്ത് കിടന്ന ഒരു വലിയ ബസ്സിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നത്തെ പോലെ അത്ര സുരക്ഷിതമായ രീതിയിലായിരുന്നില്ല അന്ന് ബസ്സുകളിൽ ഇന്ധനം നിറച്ചിരുന്നത്. വലിയ ടിന്നുകളിൽ കൊണ്ടുവന്ന് കൈകൊണ്ട് തന്നെ ഇന്ധനം ബസ്സിൻ്റെ ടാങ്കുകളിലേക്ക് ഒഴിക്കുകയായിരുന്നു പതിവ്. അതൊരു അപകടകരമായ പ്രവൃത്തിയായിരുന്നു. ബസ് കമ്പനി ജീവനക്കാർക്ക് അത് അറിയാമായിരുന്നത് കൊണ്ട് തന്നെ ഇന്ധനം നിറയ്ക്കുമ്പോൾ ബീഡി കത്തിക്കരുത്, ഇന്ധനം നിറയ്ക്കുമ്പോൾ ആരും തീപ്പെട്ടി ഉരയ്ക്കരുത് എന്നവർ ഉറക്കെ വിളിച്ചു പറയുന്നത് ഒരു പതിവായിരുന്നു. 1948 മെയ് 10-ാം തീയതിയും അവരത് ചെയ്തു. എന്നാൽ ആ വലിയ ബസ്സിൽ ആ തിരക്കിനിടയിൽ മദ്യപിച്ചുവെന്ന് പറയപ്പെടുന്ന ഒരു യാത്രികനുണ്ടായിരുന്നു. ഒരു പക്ഷേ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ഒന്നിനെയും വകവയ്ക്കാതെയോ എന്തോ അയാൾ അന്ന് തൻ്റെ പോക്കറ്റിൽ നിന്നൊരു തീപ്പെട്ടിയെടുത്ത് തൻ്റെ ബീഡി കത്തിക്കാനായി ഉരച്ചു. ഒരു നിമിഷം കൊണ്ട്, ഭയാനകമായ, ഞെട്ടിക്കുന്ന ആ ഒരു നിമിഷം കൊണ്ട് ബസ്സിന് തീ പിടിച്ചു. ഒരു ഗർജനത്തോടെ തീനാളങ്ങൾ ഉയർന്നു. ബസ് ഒരു തീഗോളമായി മാറി. പരിഭ്രാന്തികൾ, നിലവിളികൾ. ആ കാഴ്ച തികച്ചും ഭീകരമായ ഒന്നായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളും ജീവിതം തുടങ്ങാനിരുന്ന വധൂവരന്മാരടക്കം നിരവധി പേർ കത്തുന്ന ആ ബസ്സിൽ കുടുങ്ങിപ്പോയി. എങ്കിലും കത്തുന്ന ചൂടിനും പുകയ്ക്കുമിടയിൽ ധീരനായ ഒരാൾ 10-12 പേരെ ആ കത്തുന്ന ബസ്സിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഒരു യഥാർത്ഥ ഹീറോ. പക്ഷെ അയാളുടെ ധൈര്യം അവിടെ അവസാനിച്ചില്ല. ഒരു സ്ത്രീയും കുട്ടിയും ഇനിയും ബസ്സിൽ കുടുങ്ങിക്കിടക്കുന്നത് അയാൾ കണ്ടു. അവരെ രക്ഷിക്കാൻ ആ തീഗോളത്തിലേക്ക് വീണ്ടും കയറി ചെല്ലാൻ അയാൾ ശ്രമിച്ചു. പക്ഷേ അയാൾ ഫുട്ബോളിൽ തളർന്നു വീഴുകയായിരുന്നു. കത്തുന്ന ബസ്സിൽ മരിച്ച മറ്റുള്ളവരുടെ കൂടെ അയാളും കത്തി അമർന്നു. ഈ ദുരന്തത്തിൻ്റെ അനന്തരഫലം വളരെ ദാരുണമായിരുന്നു. നിരവധി പേർ ആ തീയിൽ വെന്തു മരിച്ചു. പൊള്ളിക്കരിഞ്ഞ ഒരു പിഞ്ചു കുഞ്ഞ് അമ്മയുടെ കരിഞ്ഞ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കാഴ്ച ഏതൊരാളുടെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. തീയിൽ നിന്ന് രക്ഷപ്പെട്ടവരും അത് അന്ന് കണ്ടു നിന്നവരും ആ ഭീകരമായ ഓർമ്മകൾ അവരുടെ ജീവിതകാലം മുഴുവൻ പേറിയിട്ടുണ്ടാവണം. ദുരന്ത വാർത്ത നാടാകെ പരന്നു. അന്നത്തെ തിരുവിതാംകൂർ സർക്കാരിലെ പ്രമുഖ മന്ത്രിയായിരുന്ന TM വർഗീസ് പൊൻകുന്നത്തേക്ക് കുതിച്ചെത്തി. ഈ ദാരുണമായ ദുരന്തം ഉടനടി നടപടിയെടുക്കാൻ അധികാരികളെ പ്രേരിപ്പിച്ചു. അങ്ങനെ പൊൻകുന്നത്തെ ഈ അപകടം, ഈ ദാരുണമായ ബലിയർപ്പണം കേരളത്തിലെ എല്ലാ ബസ്സുകളിലും പുകവലി പാടില്ല എന്ന അറിയിപ്പ് നിർബന്ധമാക്കാൻ അധികാരികളെ പ്രേരിപ്പിച്ചു. സോ അടുത്ത തവണ നിങ്ങൾ കേരളത്തിലൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പുകവലി പാടില്ല എന്ന ബോർഡ് കാണുകയാണെങ്കിൽ ഒരു നിമിഷം ഓർക്കുക. അതൊരു നിയമം മാത്രമല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. 1948 മെയ് മാസത്തിലെ ആ തീ പിടിച്ച ദിവസത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ദാരുണമായി നഷ്ടപ്പെട്ട ജീവനുകളുടെ അവിശ്വസനീയമായ ധീരതയുടെ ഏറ്റവും വേദനാജനകമായ രീതിയിൽ പഠിച്ച ഒരു പാഠത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അന്ന് ആ വലിയ ദുഃഖത്തിൽ നിന്ന് പിറന്ന ഒരു ലളിതമായ ബോർഡ് ഇന്നും എണ്ണമറ്റ യാത്രകൾക്ക് നിശബ്ദ കാവലായി നിലകൊള്ളുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി കേട്ടറിവ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.